എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 25/6/2025 നടന്ന പിയൂട്ട് റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ഉത്തരം: 2025 മെയ് 2. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 മെയ് 2 രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ കൂടെയാണ് അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നത്. അടുത്ത ചോദ്യം: 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ഉത്തരം: JD വാൻസ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം 47ാമത് പ്രസിഡന്റാണ്. അടുത്ത ചോദ്യം: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? ഉത്തരം: വാരണാസി. അടുത്ത ചോദ്യം: ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം: ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയുടെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. നാഗർകോവിൽ സ്വദേശിയായ നാരായണൻ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഡയറക്ടറായിരുന്നു. അടുത്ത ചോദ്യം: പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളാര്? ഉത്തരം: മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. അടുത്ത ചോദ്യം: 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം: സൗദി അറേബ്യ. 2025 സൗദി അറേബ്യയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ആദ്യ സ്പോർട്സ് ഒളിമ്പിക് 2 വർഷം വൈകി 2027 നടത്താനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം: K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് K-സ്മാർട്ട്. 2024 ജനുവരി 1 മുതൽ പദ്ധതിയും ആപ്പും നിലവിൽ വന്നു. K-സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപമാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ K-സ്മാർട്ട് 2025 ഏപ്രിൽ 10 മുതൽ ത്രിതല പഞ്ചായത്തുകളിലെ സേവനങ്ങളും ഡിജിറ്റൽ രീതിയിൽ ലഭ്യമാക്കി തുടങ്ങി. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഉത്തരം: പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത്. 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാണ് 96.81% സാക്ഷരതയോടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദവി പുല്ലമ്പാറ നേടിയത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാവുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഡിജി കേരളം. അടുത്ത ചോദ്യം: ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം? ഉത്തരം: മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. 2025 മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അകപ്പെട്ടുപോയവർക്കുള്ള ഇന്ത്യയുടെ സഹായ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്ത ചോദ്യം: 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം: ചലച്ചിത്ര രംഗം. പ്രശസ്ത ഹോളിവുഡ് നടനാണ് വാൽ കിൽമർ. ടോപ്പ് ഗൺ, ടൂംസ്റ്റോൺ, ഹീറ്റ്, ബാറ്റ്മാൻ ഫോറെവർ എന്നിവ പ്രധാന ചിത്രങ്ങളാണ്. ഓർമ്മക്കുറിപ്പായ ഐ ആം യുവർ ഹക്കിൾബറി എ മെമ്മോയർ വാൽ എന്ന ഡോക്യുമെൻ്ററിയും അദ്ദേഹത്തിൻ്റെതായുണ്ട്. അടുത്ത ചോദ്യം: 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം: സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരി സാറ ജോസഫാണ് അർഹയായത്. അലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതുപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ആദി, ബുദ്ധിനി, കറ എന്നിവ പ്രധാന കൃതികളാണ്. അടുത്ത ചോദ്യം: വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം: ഒഡീഷ. യോഗ്യരായ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഒഡീഷ സർക്കാർ ആരംഭിച്ച ഒരു വിപ്ലവകരമായ ക്ഷേമ പദ്ധതിയാണ് സുഭദ്ര യോജന. ഈ സംരംഭത്തിലൂടെ യോഗ്യരായ സ്ത്രീകൾക്ക് 5 വർഷത്തിനുള്ളിൽ 50,000 രൂപ ലഭിക്കും.
ഈ പദ്ധതി ഒഡീഷ സുഭദ്ര യോജന അല്ലെങ്കിൽ PM സുഭദ്ര യോജന എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഒഡീഷയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് പ്രവതി പരീദ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ഉത്തരം ശാസ്താംപാറ. സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം ശാസ്താംപാറയിൽ അഡ്വഞ്ചർ പാർക്ക് ആൻഡ് ട്രെയിനിങ് സെന്റർ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ടൂറിസം വകുപ്പാണ്. ഒരേ സ്ഥലത്ത് നിന്ന് അറബിക്കടലും അഗസ്ത്യാർകൂടവും കാണാമെന്നത് ശാസ്താംപാറയുടെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ക്വാണ്ടം ഡോട്ട്. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. മൗങ്കി ജി പവേൻഡി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കാണ് പുരസ്കാരം. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിനാണ് പുരസ്കാരം. ക്വാണ്ടം ഡോട്ട്, നാനോ പാർട്ടിക്കിൾസ് എന്നിവയുടെ കണ്ടുപിടുത്തവും വികസനവുമാണ് മൂവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. അലക്സി എക്കിമോവാണ് 1981 ആദ്യമായി ക്വാണ്ടം ഡോട്ട്സ് എന്ന ആശയം ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതീവ സൂക്ഷ്മമായ നാനോ സെമി കണ്ടക്ടർ പാർട്ടിക്കിളുകളാണ് ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് മിഠായി. ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ചവർക്ക് ഇൻസുലിൻ പെൻ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആരോഗ്യ ചികിത്സാ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് മിഠായി. അടുത്ത ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഉത്തരം ആശാധാര. ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2023 കേരളത്തിനാണ് ലഭിച്ചത്. ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച ആശാധാര പദ്ധതിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനാണ് അവാർഡ് ലഭിച്ചത്. CDIT ആണ് ആശാധാര പോർട്ടൽ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ സമീർ വി കാമത്ത്. 2022 ഓഗസ്റ്റിലാണ് ഡോക്ടർ കാമത്ത് ആദ്യമായി DRDO ചെയർമാനായി നിയമിതരായത്. ഡോക്ടർ സമീർ വി കാമത്തിൻ്റെ കാലാവധി 2026 മെയ് 31 വരെ 1 വർഷം കൂടി നീട്ടിയതായി മന്ത്രിസഭയുടെ നിയമന സമിതി അറിയിച്ചിരുന്നു. 25/6/2025 നടന്ന പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.